രാമായ രാമചന്ദ്രായ രാമഭദ്രായ വേതസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. കൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകി കോകിലം ജാനകീ ജീവനസ്മരണം. ജയ ജയ രാമ രാമ. നമസ്കാരം. സനാതന ധർമ്മ സംഹിതകളിലെ വിജ്ഞാന ശകലങ്ങൾ പങ്കുവയ്ക്കാനായുള്ള ചാനലായ നാദശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയരെ, ശ്രീമദ് വാൽമീകി രാമായണത്തിൽ രാവണവധാണ് നമ്മളിതിനു മുമ്പ് പറഞ്ഞു വെച്ചത്. അപ്പോൾ ആ രാവണവധവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ആദിത്യ ഹൃദയം എന്ന് പറഞ്ഞിട്ടൊരു മന്ത്രം പറഞ്ഞു കൊടുത്തു. അപ്പോഴും മുറിക്കുന്ന തലകൾ വീണ്ടും വന്നു. അതിനൊരു കുറവുണ്ടായില്ല. ആദിത്യ ഹൃദയം മന്ത്രം ജപിച്ച ഉടനെ ഫലം കണ്ടില്ല. ഈ തലകൾ വീണ്ടും അവിടെ വരികയാണ്. പിന്നെ എപ്പോഴാണ് തലകൾ മുറിച്ച് മാറ്റാൻ കഴിഞ്ഞത്? അഗസ്ത്യൻ ആണ് ഈ ആദിത്യ ഹൃദയത്തിൻ്റെ ഋഷി. അദ്ദേഹം തന്നെ ബ്രഹ്മാസ്ത്രം പ്രയോഗിക്കാനായിട്ട് രാമനെ ഓർമ്മിപ്പിച്ചു. അപ്പോഴാണ് തല മുറിക്കാൻ കഴിഞ്ഞത്. മുറിച്ച് വേർപെടുത്തി വീണ്ടും അവിടെ വരാതെ കഴിഞ്ഞത് ബ്രഹ്മാസ്ത്രം പ്രയോഗിച്ചിട്ടാണ്. ആദിത്യ ഹൃദയം ജപിച്ചപ്പോൾ ധൈര്യം കിട്ടി. തലകൾ മുറിച്ചു, പക്ഷേ മുറിച്ചത് വീണ്ടും വന്നു. രണ്ട് കാര്യമാണ് ആദിത്യ ഹൃദയം കൊണ്ടുണ്ടാകുന്നത്. ധൈര്യം കിട്ടുക, പിന്നെ തലകൾ മുറിക്കാനായിട്ട് കഴിയും. പക്ഷേ മുറിച്ച് മാറ്റി വീണ്ടും വരാതിരിക്കാൻ കഴിഞ്ഞില്ല. അതിന് കുറച്ചും കൂടി താമസമെടുത്തു. അഗസ്ത്യൻ്റെ ബ്രഹ്മാസ്ത്ര പ്രയോഗത്തിനുള്ള ഉപദേശം കിട്ടിയിട്ടാണ് ഒരിക്കലും മുളയ്ക്കാതെ രാവണൻ വധിക്കപ്പെടുന്നത്. അപ്പോൾ ആ ആദിത്യ ഹൃദയം നമ്മളൊക്കെ ദിവസവും ജപിക്കുകയാണെങ്കിൽ വളരെ നല്ലതാണെന്നുണ്ട്. പക്ഷേ അതിനെ തെറ്റാതെ ജപിക്കുക, ഉപദേശം കിട്ടിയിട്ട് ജപിക്കുക, രാവിലെ സൂര്യനെ കണ്ട് ജപിക്കുക, ഉദിക്കണ സമയത്ത് വേണം. ഇങ്ങനെയൊക്കെ ചില കാര്യങ്ങളുണ്ട്. അല്ലെങ്കിൽ ചിലപ്പോൾ ഫലം ഉണ്ടാവില്ല. തെറ്റി ചെല്ലിയ ചിലപ്പോൾ വിപരീത ഫലവും കാണും. അപ്പോൾ അത് എല്ലാവരും അങ്ങനെ ജപിക്കാറില്ല. അർഹതയ്ക്കനുസരിച്ച് ഉപദേശം തേടി പഠിച്ച് തെറ്റാതെ ചെല്ലേണ്ട ഒരു കാര്യമാണ്. വിഷ്ണു സഹസ്രനാമം പോലെ ഇരുന്നാമൂർത്തനം പോലെ അല്ല. സഹസ്രനാമം പരമാവധി അത്ര തന്നെ അപകടമില്ലാത്തതാണ്. എന്നാലും തെറ്റാനൊന്നും പാടില്ല കേട്ടോ. തെറ്റണതിന് എവിടെയും സാങ്ഷൻ ഇല്ല. അതിലും വെച്ച് ഒന്നും കൂടി തീവ്രമാണ് ആദിത്യ ഹൃദയം എന്ന് പറയും. അപ്പോൾ നമുക്കത് എന്താണെന്ന് ചുരുക്കമായിട്ടൊന്ന് നോക്കുക. അത് നമ്മൾ ചെല്ലുകയാണെങ്കിലാണ് അതിൻ്റെ ഋഷി ആര്, ദേവത ആര്, ഇത് ഏത് മന്ത്രത്തിനുണ്ടാകും. വിഷ്ണു സഹസ്രനാമത്തിൻ്റെ ദേവത വിഷ്ണു, മഹാവിഷ്ണു ദേവത, വേദവ്യാസവും ഋഷി, അനുഷ്ടുപ് ഛന്ദഃ, ഛന്ദസ് അനുഷ്ടുപ്പാണ്. ഇങ്ങനെ ആദ്യം ഇതിനാണ് ന്യാസം എന്ന് പറയുന്നത്. ഇവിടെ അത് ആത്മീയരാമായണത്തിൽ ന്യാസം ഇല്ല കേട്ടോ. വെറുതെ ചെല്ലുമ്പോഴാണ് അസ്യ ശ്രീ ആദിത്യ ഹൃദയസ്തോത്ര മഹാമന്ത്രസ്യ അഗസ്ത്യോ ഭഗവാൻ ഋഷി. അഗസ്ത്യനാണ് ഉപദേശിച്ചത്. അനുഷ്ടുപ് ഛന്ദ, 8 അക്ഷരമുള്ള വൃത്തത്തിനാണല്ലോ അനുഷ്ടുപ്പ് എന്ന് പറയുക. ആദിത്യാത്മാ സൂര്യനാരായണോ ദേവത, ദേവത സൂര്യനാരായണനാണ്. സൂര്യനെ സംബന്ധിച്ചാണ് കവചം. ആദിത്യ ഹൃദയം എന്നാണ് പറയണത്. സർവത്ര ജയസിദ്ധ്യർത്ഥേ ജപേ വിനിയോഗ, എല്ലാ രംഗത്തും നമുക്ക് വിജയം കിട്ടലാണ് ഇതിൻ്റെ ഉപയോഗം. ഇതെല്ലാം പറഞ്ഞിട്ട് വേണം ഒരു മന്ത്രം ചെല്ലാമെന്നാണ്. പണ്ട് അങ്ങനെ ഒരു സമ്പ്രദായം. വിഷ്ണു സഹസ്രനാമമുണ്ട്. മഹാവിഷ്ണു പ്രീത്യർത്ഥേ ജപേ വിനിയോഗ, മഹാവിഷ്ണുവിൻ്റെ പ്രീതിയാണ് സഹസ്രനാമം ചെല്ലണതിൻ്റെ പ്രയോജനം. ഇവിടെ ആദിത്യ സൂര്യനാരായണൻ സന്തോഷിച്ച് നമ്മളെയൊക്കെ വിജയത്തിലേക്ക്, ഏത് കാര്യം വിജയിപ്പിക്കാനാണ് അത് ദിവസേന ചെല്ലേണ്ടത്. സൂര്യൻ്റെ ഒരു ധ്യാന ശ്ലോകം അതും വാൽമീകി ഇവിടെ ഒരു ഏതെങ്കിലും ഒരു ധ്യാന ശ്ലോകം ചെല്ലുക. ജയതു ജയതു സൂര്യം സപ്തലോകേക ദീപം കിരണശമിത പാപം ക്ലേശ ദുഃഖസ്യ നാശം അരുണ നിഗമഗമ്യം ജാതി ആദിത്യമൂർത്തിം സകല ഭുവനവന്ധ്യം ഭാസ്കരം തം നമാമി എന്ന ധ്യാന ശ്ലോകം ചൊല്ലിയിട്ടാണ് ശാന്താകാരം എന്നുണ്ട് വിഷ്ണു സഹസ്രനാമത്തിൽ. അതേപോലെ എല്ലാ ലോകത്തിനും 7 ലോകങ്ങൾക്കും ദീപമായിട്ടുള്ളതും സൂര്യൻ, കിരണശമിത പാപം, കിരണങ്ങളെ കൊണ്ട് എല്ലാ പാപവും നശിപ്പിക്കുന്നവനെയും എല്ലാ ക്ലേശത്തിനും ദുഃഖങ്ങളും ഇല്ലാണ്ടാക്കുന്നു. ക്ലേശ ദുഃഖസ്യ നാശം അരുണ നിഗമഗമ്യം ആദിമാദിത്യമൂർത്തി, ആദിമൂർത്തിയായിരിക്കുന്ന
അരുണൻ എന്നും കൂടി പേരുള്ള, ചിലതൊക്കെ പേര് മാത്രമേ ഉള്ളൂ, വിവരിക്കാനില്ല. അരുണൻ എന്നു പേരുള്ളതും കൂടി വേദങ്ങളാൽ പ്രാപിക്കപ്പെടേണ്ടതായ സകല ഭുവന വന്ദ്യം ഭാസ്കരന്തം നമാമി. എല്ലാ ജനങ്ങളും വന്ദിക്കുന്ന സൂര്യനെ നമസ്കരിക്കുന്നു. സൂര്യൻ്റേതായിട്ടുള്ളൊരു പ്രാധാന്യം ഭാഗവതത്തിലൊക്കെ പ്രത്യേകിച്ച് 20-21 പഞ്ചമത്തിൽ അധ്യായത്തിൽ പറയുന്നു. ഇതിനെപ്പോലെ ചൂടുള്ളൊരു വസ്തു ഉണ്ടാക്കാൻ പറ്റുമോ എന്ന് വെല്ലുവിളിച്ചിട്ട് ചൈനക്കാർ ഒരു കൃത്രിമ സൂര്യനെ ഉണ്ടാക്കിയെന്ന് കേൾക്കുണ്ടായി. ചൂടുണ്ടാവുന്നല്ലാണ്ട് അതിനെ നിലനിർത്താൻ എത്ര കാലം അതുണ്ടാവും? കാരണം അത്രയും ചൂടുണ്ടെങ്കിൽ ഉരുക, പൊട്ടുക, കത്തുക അതൊക്കെ ചെയ്യും. എല്ലാവർക്കും വേണ്ടി ആകാശത്ത് ഉദിപ്പിക്കാൻ അവർ കൂട്ടിയിട്ട് പറ്റിയിട്ടുണ്ടോ? ഇതുവരെ കണ്ടിട്ടില്ല. കൃത്രിമ സൂര്യൻ ഉദിച്ചിട്ടുണ്ട് കേട്ടോ എന്നൊരാൾ പറയണം. ഒന്നും നടക്കില്ല. യഥാർത്ഥ സൂര്യൻ എവിടെയാണ്? കൃത്രിമ സൂര്യൻ എവിടെയാണ്? രണ്ടെണ്ണല്ലേ. അപ്പോൾ അതാണ് ചൂട് നൽകുന്നതും പ്രകാശം നൽകുന്നതും. ഇപ്പോൾ ലേശം കീഴ്പ്പെട്ട് വന്നാൽ ഇവിടെ മൊത്തത്തിൽ ഇരിക്കപ്പുറത്ത് ഉണ്ടാവില്ല. ഇപ്പം തന്നെ ചുട്ടിട്ടിരിക്കാൻ വയ്യ വേനൽക്കാലത്ത് അല്ലേ. അതേ സമയത്ത് ലേശം അകന്നാലോ തണുത്തിട്ടും ഇവിടെ ഇരിക്കില്ല എന്നാണ് പറയണത്. ഇപ്പം തന്നെ ചില ദിവസങ്ങളിലൊക്കെ ശൈത്യകാലത്ത് നല്ല തണുപ്പ്, ചില ദിക്കിൽ മരിക്കണു ആൾക്കാർ. ഇപ്പം സൂര്യൻ മേപ്പെട്ട് പോകാൻ പറ്റില്ല. ആ നിൽക്കണ സ്ഥാനത്ത് അത് നിൽക്കുന്നത് കൊണ്ട് ആണ് ഈ ലോകം ഇങ്ങനെ നിലനിൽക്കണത് എന്ന് തന്നെ പറയാം. അത്ര പ്രാധാന്യമുണ്ട്. അനവധി രോഗാണുക്കളെ നശിപ്പിക്കേണ്ട സൂര്യൻ. ആൻറ്റിബയോട്ടിക്കാണ് സൂര്യൻ എന്നാണ് പറയണത്. ഈ ആ കവചത്തിനെ പറയണ തതോ യുദ്ധപരിശ്രാന്തം സമരേ ചിന്തയാ സ്ഥിതം രാവണൻ ജാഗ്രതോ ദൃഷ്ട്വാ യുദ്ധായ സമുപസ്ഥിതം. വില്ലൊക്കെ കയ്യിലേന്തി വളരെ ശൗര്യത്തോടു കൂടി യുദ്ധായ സമുപസ്ഥിതം, യുദ്ധത്തിന് വേണ്ടി നിൽക്കുന്നതായ ആ രാവണനെ കണ്ട് ലേശൊന്നിങ്ങനെ പരിഭ്രമിച്ചതായിട്ടുള്ള രാമനോട് ദൈവതേശ്ച സമാഗമ്യ ദൃഷ്ടുമഭ്യാഗതോരണം. എല്ലാ ദേവതകളും ഈ യുദ്ധം കാണാൻ നിൽക്കുകയാണ്. നിർണായക യുദ്ധമാണ് രാമരാവണ യുദ്ധം. രണ്ടാലൊന്ന് തീരുമാനമാവണ ആ രംഗമാണ്. കാണാൻ എല്ലാവരും വന്ന് നിൽക്കേണ്ട. രാവണാട് മരിച്ചാൽ ഈ ഒരു ആശ്വാസമായി ലോകത്തിന്. അപ്പം അത് കാണാൻ വേണ്ടിയിട്ട് ദേവന്മാർ, ഗന്ധർവന്മാർ ഉപാഗമ്യ പ്രവീരാമം അഗസ്ത്യോ ഭഗവാൻ ഋഷി. ഈ സമയത്ത് രാമനെ സഹായിക്കാൻ നല്ല ധർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നവരുടെ കൂടെ എപ്പോഴും ഋഷിമാരും ദേവതകളും പ്രകൃതിയൊക്കെ ഉണ്ടാവുന്നതാണ്. ഈ അഗസ്ത്യൻ തന്നെ വന്ന് ചേർന്നു. ആരും വിളിച്ചിട്ടൊന്നുമില്ല. രാമനോട് പറഞ്ഞു, രാമ പേടിക്കണ്ട, ഇവൻ്റെ ശൗര്യമൊക്കെ ഇത്രയ്ക്കേ ഉള്ളൂ. രാമ രാമ മഹാബാഹോ ശൃണുഗുഹ്യം സനാതനം ഏന സർവാനരിൻ സമരേ വിജയിഷ്യസി. സമരത്തിൽ നിനക്ക് വിജയിക്കാനായി കൊണ്ട് ഹേ മഹാബാഹുവായിട്ടുള്ള രാമ, ഞാനൊരു മന്ത്രം പറഞ്ഞുതരാം. ഗുഹ്യം സനാതനം. സനാതനം എല്ലാ കാലത്തും എല്ലാവർക്കും ആദ്യത്തെ ഹൃദയം. ഒരു മതവിഭാഗത്തിന് ഇന്ന് മുസ്ലിങ്ങൾക്ക് പാടില്ല, ക്രിസ്ത്യൻസിന് പാടില്ല, അങ്ങനെയൊന്നുമില്ല. ഇത് ചില വിഭാഗത്തിനുള്ളതല്ല. ഇതൊന്നും അങ്ങനെയല്ല കേട്ടോ. നമ്മുടെ ഒരു തത്വശാസ്ത്രവും ഒരു മതത്തിലേക്ക് വേണ്ടി ഒതുക്കിയിട്ടില്ല. ഇതാണ് സനാതനം. ആർക്ക് വേണമെങ്കിലും പഠിച്ച് തെറ്റാതെ ചെല്ലാം. പഠിച്ച് തെറ്റാതില്ലണം ആർക്കും. സനാതനം എന്ന് പറയാനുള്ള കാരണം അതാണ്. ഈ ഭാരതത്തിലെ പാടും അങ്ങനെയില്ല, അമേരിക്കയിലുള്ളവർക്കാവാം. ആദിത്യഹൃദയം പുണ്യം സർവശത്രുവിനാശനം ജയാവകം ജപേ നിത്യം അക്ഷയ്യം പരമം ശുഭം. ഈ ആദിത്യഹൃദയം എന്ന് ഞാൻ പറയാൻ പോകുന്ന മന്ത്രം എല്ലാ ശത്രുക്കളെയും നശിപ്പിക്കുന്നതും എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു കാര്യം ഓർക്കണം. ശത്രുക്കളെ വധിക്കുകയോ അവർക്ക് കോട്ടം തട്ടത്തക്ക വിധത്തിൽ ഉപദ്രവിക്കുക അതല്ല കേട്ടോ. തെറ്റിദ്ധരിക്കരുത്. ഒരാളോട് ദേഷ്യം തോന്നുന്നത് ഞാൻ ഇപ്പം കാണിച്ചു തരാം. ആദിത്യഹൃദയം പഠിച്ചിട്ട് അവനെ ഒരു പാഠം പഠിപ്പിക്കുക. ശത്രുക്കൾ നമുക്കില്ലാതാവുക. നമ്മളാരുടെയും ശത്രുവല്ല. ഒരു ശത്രുവും നമുക്ക് ഉണ്ടാവരുതേ. ഉണ്ടാവുക ചെയ്യണ്ട. പിന്നെ വേണ്ടേ അവരുടെ നാശം. ശത്രുക്കൾ ഉണ്ടാവാതിരിക്കാനാണ്. ഉണ്ടായിട്ട് അവർക്ക് പ്രതികാരം ചെയ്യാനോ അവരെ വധിക്കാനോ അംഗഭംഗം ഉണ്ടാക്കാനോ ഉപദ്രവിക്കാനോ ഒരു മന്ത്രവും നമ്മുടെ ശാസ്ത്രത്തിൽ പറയണില്ല. ഒരാളെ കൊല്ലാൻ ഇതല്ല ഇവിടെ പറയണത്. ശത്രുക്കളെ നശിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ശത്രുക്കൾ ഇല്ലാതാവുക. അങ്ങനെ ശത്രുക്കൾ വേണ്ട, നല്ല നശിപ്പിക്കണ്ടു. പിന്നെയോ ജയത്തെ കൊടുക്കുന്നതും അത്യന്തം മംഗളപ്രദവും നിത്യം ജപിക്കേണ്ടതുമാണ്. ഈ യുദ്ധം കഴിഞ്ഞാൽ നിർത്തണ്ട ജപം. ഒരു പ്രത്യേക കാര്യത്തിനല്ല, ഇപ്പോൾ യുദ്ധമായിട്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. ജപേ നിത്യം അക്ഷയ്യം പരമം ശുഭം. പരമമംഗളം ഉണ്ടാക്കുന്ന ദിവസവും ജപിച്ചാൽ വളരെ നല്ലതാണ്. നിയമം പോലെ കുളിയൊക്കെ കഴിഞ്ഞ് ഉദയം കഴിഞ്ഞ് സൂര്യനെ കണ്ട് ചെല്ലിയാൽ വളരെ നല്ലതാണ്.
സർവമംഗളമാംഗല്യം സർവപാപപ്രണാശനം. അതിനർത്ഥം പറയേണ്ട ആവശ്യമില്ലല്ലോ. എല്ലാ മംഗളങ്ങളിലും വെച്ചിട്ട് മംഗളമായതും എല്ലാ പാപവും ഇല്ലാതാക്കുന്നതും ചിന്താശോകപ്രശമനം. ഇവിടെ ചിന്ത എന്നുള്ള വാക്കിനർത്ഥം ഡിപ്രഷൻ. ചിന്ത ഒരു കുഴപ്പമുള്ളതായിരുന്നില്ല, ചിന്തിക്കാണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? പക്ഷെ അതല്ല, ചിന്തിച്ചിങ്ങനെ ഇരിക്കുക, കർത്തവ്യ മൂഢത വരിക, അനാവശ്യമായിട്ടുള്ള ചിന്ത നമ്മളെ ഡിപ്രസ്ഡ് ആക്കും, ഇംഗ്ലീഷിൽ പറയാച്ച. അപ്പം അങ്ങനത്തെ ശോകചിന്ത, ചിന്താശോകപ്രശമനം, ശോകചിന്തകളെ ഇല്ലാണ്ടാക്കും. ഇപ്പോഴും പോസിറ്റീവ് എനർജി മനസ്സിൽ നിറയ്ക്കാനും ആയുർവർദ്ധനം ഉത്തമം, ആയുസ് അടക്കം വർദ്ധിക്കും എന്നാണ്. രശ്മി മന്ദം സമുദ്യന്തം ദേവാസുര നമസ്കൃതം പൂജയസ്ഥ വിവസ്വന്തം ഭാസ്കരം ഭുവനേശ്വരം. ചിലതൊക്കെ വെറും പര്യായമാണ് കേട്ടോ. രശ്മി മന്ദം, രശ്മി ധാരാളം ഉള്ളത്, കിരണങ്ങൾ സൂര്യൻ്റെ ഒരു പ്രത്യേകതയാണ്. അപ്പം അത്തരം കിരണങ്ങൾ നമുക്ക് ചന്ദ്രനിൽ കാണാൻ പറ്റില്ല. ചന്ദ്രകിരണം എന്ന് പറയുമെങ്കിൽ സൂര്യനെ പോലെ ഇങ്ങനെ നമ്മുടെ കണ്ണിലേക്ക് രശ്മികളായിട്ട് വരുന്നത് കാണില്ല ചന്ദ്രൻ്റെയോ. അതുണ്ടെങ്കിലും സൂര്യനെ പോലെ ഇങ്ങനെ കിരണങ്ങൾ, സൂര്യനെ വരയ്ക്കും ഒരു ഗോളമല്ല അവർക്ക്, അതിൻ്റെ ചുറ്റും എന്ത് വരയ്ക്കും, രശ്മി കൂടി വരയ്ക്കും. കാരണം അത് കാണാം, നമുക്ക് കിരണങ്ങളടക്കം കാണാം. അതാണ് രശ്മി മന്ദം സമുദ്യന്തം, ഉദിച്ചു വരുന്നത്. ഉദയസൂര്യനെ മനസ്സിൽ സങ്കല്പിച്ചാൽ തന്നെ നമുക്ക് ശ്രേയസ്സാണെന്നാണ്. അസ്തമയ സൂര്യനല്ല വേണ്ടത്, ഉദയസൂര്യൻ. അസ്തമയസൂര്യനും കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഉദയസൂര്യനാണ് ഒന്നും കൂടി നല്ലത്. ദേവാസുര നമസ്കൃതം, ദേവന്മാരും അസുരന്മാരും നമസ്കൃതം. പൂജയസ്ഥ വിവസ്വന്തം, അവിടെ വിവസ്വം സൂര്യൻ്റെ പര്യായം ഇത്രയുള്ളവർ പ്രത്യേകിച്ചൊരർത്ഥമൊന്നുമില്ല. ലോകത്തിനെല്ലാം ഈശ്വരനായ വിവസ്വാൻ 12 പേരുണ്ട് ആദിത്യന്, ഭാഗവത്തിൽ ഇത് പറയും. അതിലത്തെ ഒന്നാണ് വിവസ്വാൻ. വിവസ്വാൻ, ഭഗൻ, ത്വഷ്ടാവ്, ഭൂഷാവ്, ഇതൊക്കെ ഓരോരോ 12 രാശികൾക്ക് കൊടുക്കുന്ന പേര്. ഭാസ്കരം ഭുവനേശ്വരൻ, ലോകത്തിൻ്റെ നാഥനും ശോഭിക്കുന്നവനും. ഭാസ്കരൻ ശോഭിക്കുന്നവനാണ് വാക്കിൻ്റെ അർത്ഥം. ഭാസ് എന്ന് പറഞ്ഞാൽ ശോഭ, ഭാസ്കരൻ ശോഭിക്കുന്നവൻ. സർവദേവാത്മകോ ഹേഷ തേജസ്വി രശ്മി ഭാവന, എല്ലാ ദേവൻ സ്വരൂപനുമാണ്. സൂര്യനെ പിടിച്ചാൽ അതിലെല്ലാ ദേവതകളും ഉണ്ട്. ഹേഷ ഇവൻ തേജസ്വി രശ്മി ഭാവന, തേജസ്വിയാണ്, കിരണങ്ങൾ കൊണ്ട് ലോകത്തെ അനുഗ്രഹിക്കുന്നവനും. ഏഷ ദേവാസുരഗണാൻ ലോകാൻ പാതി ഗഭസ്തിബി, അതന്നെ അർത്ഥം. ഗഭസ്തിബി അവിടെ രശ്മികൾ, തൻ്റെ ആ പ്രകാശം കൊണ്ട് എല്ലാവരെയും അനുഗ്രഹിക്കുന്നവൻ തേജസ്വി ആണ് എന്നർത്ഥം. ദേവന്മാർ സുരമന സമൂഹങ്ങളെ ലോകത്തെ കിരണങ്ങൾ കൊണ്ട് രക്ഷിക്കുന്നു, കിരണങ്ങൾ കൊണ്ട് രക്ഷിക്കുന്നു, പാതി രക്ഷിക്കുന്നു. പാതി ഗഭസ്തിബി. ഏഷ ബ്രഹ്മാച്ച വിഷ്ണുശ്ച ശിവസ്കന്ദ പ്രജാപതി, എല്ലാ ദേവന്മാരും ഇവിടെ എടുത്തു പറയാൻ. ഈ ബ്രഹ്മാവ്, വിഷ്ണു, ശിവൻ, സ്കന്ദൻ, സുബ്രഹ്മണ്യൻ, പ്രജാപതി, ബ്രഹ്മാവ്, മഹേന്ദ്രൻ എല്ലാം ഇവനാണ്. പ്രജാപതി കുബേരനാവാം എന്നാണ്. ദേവേന്ദ്രൻ, കുബായരൻ, കാലമൂർത്തി, യമധർമ്മ രാജാവ് എല്ലാം ഈ സൂര്യൻ തന്നെ. ധനത കുബേരൻ, മഹേന്ദ്രൻ ഇന്ദ്രൻ, പ്രജാപതി പറഞ്ഞിരിക്കണു. പ്രജാപതി ദക്ഷനെ പോലുള്ള ഒരു സ്ഥാനമാണ് ഈ പ്രജാപതി. കാലവും യമനും. സോമോ യപാംപതി, ചന്ദ്രനും ശരിക്കും പറയാച്ച സൂര്യൻ്റെ ഒരു ഭാഗമാണ്. വരുണദേവൻ എല്ലാം ഈ സൂര്യനാണ്. പിതരോ വസവ സാധ്യ അശ്വിനോ മരുതോ മനു വായുർ വന്നി പ്രജാപ്രാണ ഋതുകർത്ത പ്രഭാകര. എല്ലാ പിതൃക്കളെയും പൂജിച്ച ബലം ആദിത്യനെ പൂജിച്ചാൽ നമുക്ക് കിട്ടും എന്നാണ് പറയുന്നത്. പിതൃക്കൾ ഇവരെന്നെയാണ്. വസവ, വസുക്കൾ, അഷ്ടവസുക്കൾ, സാധ്യ അശ്വിനി ദേവതകൾ ഒക്കെ നമ്മൾ പൂജിക്കേണ്ടവരാണ്. മരുതോ മരുതോ കാറ്റ്, മരുത്തിൻ്റെ ദേവതകൾ. അശ്വിനി ദേവതകൾ. വായുർ വന്നി പ്രജാപ്രാണ ഋതുകർത്ത പ്രഭാകര. വായുവും അഗ്നി പഞ്ചഭൂതങ്ങളൊക്കെ എല്ലാ പ്രജകളും. പ്രാണനും ഋതുകർത്ത. 6 ഋതുവാണ് ഒരു കൊല്ലത്തിൽ, 2 മാസം ഒരു ഋതു. അതേ സൂര്യനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്. അതാണ് ഋതുകർത്ത പ്രഭാകര. മുമ്പ് പറഞ്ഞതാണ് പ്രഭാകരൻ, വീണ്ടും പറഞ്ഞു പ്രഭയെ കൊടുക്കുന്നവൻ. ആദിത്യ സവിത സൂര്യ കക പൂഷ ഗഭസ്തിമാൻ സുവർണർദശോ ഭാനു ഹിരണ്യരേതോ ദിവാകര. പിന്നെ ആദിത്യ, സവിത, സൂര്യ, കക പൂഷ ഗഭസ്തിമാൻ. മിക്കവാറും കക, സൂര്യ, പൂഷ എന്ന് പറഞ്ഞാൽ സൂര്യൻ്റെ പേരുകളാണ്. പക്ഷേ ഈ പൂഷ എന്ന് പറഞ്ഞാൽ മഴ പെയ്യിക്കുന്നവൻ,
എന്നുള്ളൊരർത്ഥമുണ്ട് എന്നാണ്. കാരണം ഈ സൂര്യൻ്റെ രശ്മികൾ ജലം വലിച്ചെടുക്കണു എന്നാണ്. അന്തരീക്ഷത്തിലേക്ക് വലിച്ചെടുത്ത് ആ നീരാവിയാണ് മഴയിട്ട് വരണത്. അപ്പോൾ സൂര്യനില്ലെങ്കിൽ മഴയില്ല എന്നർത്ഥം. പിന്നെ അത് കടലിൽ ആ വെള്ളം നീരാവിയായി പോകുന്നു എന്നുള്ളത് മാത്രമല്ല, കടലിൽ നിന്നല്ലാണ്ട് ഈ ലോകത്തിലുള്ള വെള്ളം നീരാവിയാക്കി മാറ്റാൻ സൂര്യന് കഴിയുന്നതാണ്. കടലൊരു കഥ വേറെ, ഒരു സോഴ്സ് മാത്രമാണ് കടൽ നീരാവിക്ക്. അനദർ സോഴ്സ് ഏതാ ചോദിച്ചാൽ ലോകത്തിലത്തെ ജലാശയത്തിലത്തെ വെള്ളം വറ്റുന്നു എന്നാണ്. വേനൽക്കാലത്ത് വറ്റാറുണ്ടല്ലോ, ഈ വറ്റിയ വെള്ളം തന്നെ നീരാവിയായിട്ട് മാറും. അപ്പോൾ ഈ വെള്ളത്തെ വലിച്ചെടുക്കുന്നത് കൊണ്ട് അത്രയും മഴ കുറേ ഭാഗം ഉണ്ടാവുന്നത്. കടലിൽ നിന്ന് മാത്രമല്ല നീരാവി പോണത്, ആ കടലിൻ്റെ ചുറ്റുമല്ലേ മഴ പെയ്യുള്ളൂ. അപ്പോൾ ജലാശയങ്ങൾ ഈ മഴയ്ക്ക് ആവശ്യമാണ് എന്ന് വരുന്നു. വീടിന് വേണ്ടിയിട്ടും കൃഷിക്ക് വേണ്ടിയിട്ടും ജലാശയങ്ങൾ തൂർക്കുന്ന ഒരു ദുഷ്പ്രവണത നമ്മൾ കണ്ടുവരുന്നു. പിന്നെ എങ്ങനെ മഴ കുറയാണ്ടിരിക്കുക? ജലാശയങ്ങളിൽ നിന്ന് ജലം ആവിയായിട്ട് പോയിട്ട് മഴ പെയ്യുന്നുണ്ട്, അതാണ് പൂഷ. അവിടെ ഒരിക്കലും ജലാശയങ്ങൾ തൂർക്കരുത് എന്നാണ് പറയുന്നത്. അപ്പോൾ വാസ്തുപ്രകാരം തെറ്റായ സ്ഥാനത്ത് ഒരു കിണർ വന്നാൽ അതുപോലും തൂർക്കരുത് എന്നാണ്. അതിൻ്റെ ഇടയിലൊരു മതിൽ കെട്ടി വേർതിരിക്കാനേ പാടും. അപ്പം അതിൻ്റെ ദോഷം തീർന്നു. അത്ര പോലും ജലാശയങ്ങൾ തൂർക്കാൻ പണ്ട് അനുവാദമില്ല. ദോഷമായിട്ടുള്ള സ്ഥാനത്ത് വന്നാൽ മതിൽ കെട്ടി പുറത്താക്കുക, അത്രയും പാടും. കാരണം ജലാശയങ്ങൾ ഒരു കാരണവശാലും തൂർത്തുകൂടുക. മഴയ്ക്ക് അടിസ്ഥാനം ഒരു പരിധിവരെ ജലാശയമാണ്. അപ്പോൾ അതാണ് പൂഷ വാക്ക് സൂചിപ്പിക്കുന്നത്. പിന്നെ ആദിത്യോ സവിത സൂര്യ കഗ എന്ന് പറഞ്ഞാൽ ആകാശത്തിൽ സഞ്ചരിക്കുന്നവൻ എന്നുള്ള അർത്ഥമുണ്ട്. കഗൻ എന്ന വാക്കിന് പക്ഷി എന്നുള്ള അർത്ഥമുണ്ട്. ആകാശത്തിൽ സഞ്ചരിക്കുന്നുണ്ട്. ചരൻ എന്ന് പറഞ്ഞാൽ ആകാശത്തിൽ ആകാശത്തിലാണ്ട് സൂര്യൻ്റെ സഞ്ചാരം. സൂര്യനല്ല സഞ്ചരിക്കുന്നത്, ശാസ്ത്രപ്രകാരം ഭൂമി തിരിയുകൊണ്ടാണെങ്കിലും ജ്യോതിഷന്മാരും ജ്യോതിർഗോളശാസ്ത്രജ്ഞന്മാരും സൂര്യനെ സഞ്ചരിക്കുന്നതായിട്ടാണ് പണ്ട് പറഞ്ഞിരുന്നത്. രണ്ടും ഒന്ന് തന്നെയാണ് ഒരു കണക്കിനെ. സൂര്യൻ സഞ്ചരിച്ചാലും സൂര്യൻ സഞ്ചരിക്കുന്നതായിട്ട് തോന്നിയാലും ഫലം ഒന്നല്ലേ? ഫലം ഒന്ന് തന്നെയാണ്. ഫലം നോക്കിയാൽ മതിയല്ലോ. കക പൂഷോ ഗവസ്തിമ സുവർണ സദൃശവും ഭാനു, സുവർണത്തിന് തുല്യമാണ്. ഭാനു പറഞ്ഞാൽ പ്രകാശിക്കുന്നവൻ എന്നർത്ഥമാണ്. ഹിരണ്യരേത ദിവാകര, പകല് ഉണ്ടാക്കുന്നവൻ. പകലാരാ ഉണ്ടാക്കണം? സൂര്യൻ ആണ്. ദിവ എന്ന് പറഞ്ഞാൽ പകല്, ദിവാരാത്രം എന്ന് പറയുമല്ലോ. ദിവാകര പകലുണ്ടാക്കുന്നവൻ, അതുകൊണ്ടാണ് ദിവാകരൻ എന്ന് പേര് വന്നത്. പകലിനെ ഉണ്ടാക്കുന്നത് സൂര്യനാണ്. ഇനി ഹരിതശ സഹസ്രാർച്ചി സപ്തിർ മരീചി മാൻ തിമിരോൻ മസന ശംഭു തൊട്ടാ മാർത്താണ്ഡ അംശുമാൻ. പച്ചക്കുതിരയെ പൂട്ടിയ തേരിലാണ് സൂര്യൻ സഞ്ചരിക്കുന്നത്. അതുകൊണ്ട് ഹരിതശ്വ, ഹരിത സേന എന്നൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ. ഹരിത മരം വെക്കൽ, ഹരിത സേന. ഹരിത എന്ന് പറഞ്ഞാൽ പച്ച, ഹരിത അശ്വ എന്ന് പറഞ്ഞാൽ പച്ചക്കുതിരയെ പൂട്ടിയ തേരിൽ സഞ്ചരിക്കുന്നവൻ. സഹസ്രാർച്ചി 1000 കിരണങ്ങൾ ഉള്ളവൻ. 1000 എണ്ണീട്ടല്ല കേട്ടോ, കുറേയധികം അനവധി കിരണങ്ങൾ ഉള്ളവൻ. സപ്തിർ മരീചിമാൻ, 7 കുതിരയാണ് സൂര്യൻ്റെ. ഭഗവാന്റെ ആ തേരിന് 4 കുതിരയാണ്. ഓരോരുത്തർക്കും ഓരോ കണക്കൊക്കെ ഉണ്ട്. സൂര്യന് 7 കുതിര. സപ്തിർ മരീചിമാൻ, സപ്തസപ്തി 7 കുതിര കൂട്ടിയവൻ. 4 കുതിര എന്ന് പറഞ്ഞാൽ ജീവൻ്റെ 4 അവസ്ഥയാണ് കൃഷ്ണനുള്ളത്. ബലാഹകം എന്നൊക്കെ പേരൊക്കെ അതിന് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ 4 പേര്. തിമിരോന്മഥന ശംഭു തൊട്ടാ മാർത്താണ്ഡ അംശുമൻ, ഇരുട്ടിനെ ഇല്ലാണ്ടാക്കുന്നത് തിമിരോന്മഥനം. ശംഭു ക്ഷേമത്തെ നൽകുന്നവൻ. സൂര്യൻ അവിടെ ഇല്ലെങ്കിൽ അന്നത്തെ ദിവസം ആകെ പോക്ക. രോഗങ്ങൾ കൂടിയിട്ടില്ലേ? മിഥുനമാസത്തിലാണ് രോഗങ്ങൾ കൂടുക അധികവും. ഇതാ സൂര്യൻ ഉണ്ടാവില്ല. എത്രയോ ഉപകാരം ചെയ്യുന്ന ഒന്നാണ് ഈ സൂര്യൻ. ശംഭു, ശമത്തെ ക്ഷേമത്തെ ലോകത്തിന് ചെയ്യുന്നവൻ. വെറുതെ അല്ല ഭജിക്കണമെന്നർത്ഥം. തൊഷ്ട മാർത്താണ്ഡ അംശുമാൻ. തൊഷ്ടാവ് പര്യായമാണ് കേട്ടോ, അതിന് അർത്ഥമൊന്നും വിശേഷിച്ച് പറയാനില്ല. ഒരു പ്രത്യേക മാസത്തിലത്തെ, അതായത് ഏകദേശം ചിങ്ങമാസത്തിൽ വരുന്ന സൂര്യനെ ആ മാസം നമ്മൾ തൊട്ടാവ് എന്നാണ് പറയേണ്ടത്. അത്രയേ ഉള്ളൂ, അതിന് വേറെ അർത്ഥമൊന്നുമില്ല. മാർത്താണ്ഡ അംശുമാൻ,
മാർത്താണ്ഡൻ എന്നുള്ള വാക്കിനർത്ഥം അചേതനമായ അണ്ഡത്തിൽ നിന്നുണ്ടായവൻ, ജനിച്ചവൻ എന്നാണ്. ഈ ലോകം ഏതെന്നുണ്ടായി? പഴയ കാലത്ത് ഒരു അണ്ഡത്തിൽ നിന്നുണ്ടായത്. ആ അണ്ഡം എങ്ങനത്തെയാ? അചേതനമാണ്, ജീവനില്ല. പിന്നെ അതിൽ നിന്ന് ഉണ്ടായതാണ് ജീവൻ എന്നാണ്. അപ്പം അചേതനമായ അണ്ഡത്തിൽ നിന്ന് ജനിച്ചവൻ എന്നർത്ഥമാണ് മാർത്താണ്ഡൻ. അംശുമാൻ, കതിര് അല്ലെങ്കിൽ ആ കിരണങ്ങൾ ഉള്ളവൻ. ഹിരണ്യഗർഭശിരത്തപനോ ഭാസ്കരോ രവി. ഹിരണ്യഗർഭൻ സൂര്യനെ പോലെ പ്രകാശിക്കുന്നവൻ. ഹിരണ്യം എന്ന് പറഞ്ഞാൽ തന്നെ സ്വർണ്ണമാണ്. ഈ സ്വർണ്ണത്തെ ഉള്ളിൽ വഹിച്ചവെന്നും പറയാം. ഹിരണ്യഗർഭൻ എന്ന് പറഞ്ഞാൽ ബ്രഹ്മാവിന് പറയും, ചിലപ്പോൾ ഈ ലോകത്തെ ഉള്ളിൽ വഹിച്ചിട്ടുള്ള ഭഗവാന് പറയും. പലർക്കും പറയുന്നൊരു പേരാണ് ഹിരണ്യഗർഭൻ. ഈശ്വരന് ചേർക്കുന്നൊരു പര്യായം എന്ന് പറയാം. ശിശിര എന്ന് പറഞ്ഞാൽ തപനോ, ശിശിര തണുപ്പ് ഉണ്ടാക്കുന്നവെന്ന് പറയാം. ഋതുകർത്താന്ന് നേരത്തെ പറഞ്ഞു. എങ്ങനെ ഇപ്പോൾ തണുപ്പുണ്ടാവും? ഋതു മാറുമ്പോൾ. ഋതു മാറും എങ്ങനെ? സൂര്യൻ്റെ സഞ്ചാരം കൊണ്ട്. മഴ ശരത്കാലം കഴിഞ്ഞിട്ട് ശിശിരം വരുമോ? ശിശിരം കഴിഞ്ഞിട്ട് ഹേമന്തം വരുമോ? ശിശിരം എന്ന് പറഞ്ഞാൽ ഹേമന്തത്തിൻ്റെ മുമ്പേ ഉള്ളതാണ് കേട്ടോ. തണുപ്പ് ഹേമന്തമാണ്. അതിന് മുമ്പേ ഉള്ള മഴക്കാലത്തിൻ്റെ ഇടയിലുള്ള കാലത്തിനാണ് ശിശിരം. ശിശിരം ആ ഋതുവിനെ ഉണ്ടാക്കുന്നവൻ. തപനോ, ചൂട് നൽകുന്നവൻ. ചൂട് നല്ല കാര്യമല്ല എന്ന് നമുക്ക് തോന്നുന്നേ ഉള്ളൂ. തണുപ്പ് ഉള്ളവരോട് ചോദിക്കണം ചൂടിൻ്റെ വില അറിയണമെങ്കിൽ, അതിൻ്റെ പ്രാധാന്യവും സുഖവും അറിയണമെങ്കിൽ. ഒരു ചോദ്യം ചോദിക്കുക, ചൂടാണോ തണുപ്പാണോ നമുക്ക് കൂടുതൽ അസഹ്യം? പെട്ടെന്ന് പറയും പരിധി കടന്ന രണ്ടും പ്രശ്നമാണ്. എന്നാലും തണുപ്പാണ് അത്ര കൂടുതൽ പ്രശ്നം. എന്താ വെച്ചാൽ തണുപ്പിൽ അനങ്ങാൻ പറ്റില്ല എന്ന് പറയണത്. ഒരു പ്രത്യേക ഘട്ടം കഴിഞ്ഞാൽ ഈ രക്തം ശീതീകരിക്കപ്പെട്ടാൽ നമുക്കാണ് അനങ്ങാൻ പറ്റില്ല. ആ ഒരു അപകടം ചൂടിലില്ല. പരിധി വരെ കേട്ടോ, പരിധി കടന്നാൽ രണ്ടും പ്രശ്നം തന്നെയാണ്, മരിക്കുന്നുണ്ട്. എങ്കിലും ഒറ്റ രീതിയിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ തണുപ്പാണ്, നമുക്ക് അനങ്ങാൻ പറ്റില്ല. വല്ലാണ്ട് തണുപ്പുണ്ടായാന്നാണ്, അനങ്ങാൻ പറ്റില്ല. തണുപ്പ് അനുഭവിച്ചവർക്ക് ഇപ്പം അങ്ങനത്തെ തണുപ്പ് നമുക്ക് ഇല്ലാത്തതുകൊണ്ടാണ്. വടക്കേ ഇന്ത്യയിലേക്ക് നോക്കണം. അപ്പം തപനോ, ചൂട് അനുഗ്രഹമായി നൽകുന്നവൻ. ചൂടുണ്ടായാൽ നമുക്ക് ഫാനിടാം, AC അറേഞ്ച് ചെയ്യാം, വീശാം, ലേശം ഒന്ന് സഹിക്കാം, ഒക്കെ ചെയ്യാം. പക്ഷെ തണുപ്പാണ് വന്നാൽ ഒരു രക്ഷയില്ല. വല്ലാണ്ട് തണുപ്പ് വന്നാൽ അനങ്ങാൻ നമുക്ക് പറ്റില്ല. അതാണ് തണുപ്പ് അത്ര നല്ല കാര്യമല്ല എന്ന് പറയുന്നത്. തപനോ, ചൂട് നൽകുന്നവൻ. ഭാസ്കരോ, രവി. നേരത്തെ പറഞ്ഞത് തന്നെയാണ്. രവി എന്ന് വെറും പര്യായമാണ്, രവിക്കൊന്നും അർത്ഥമില്ല. അർത്ഥമുണ്ട്, പക്ഷെ അർത്ഥം പറയേണ്ട ആവശ്യമില്ല. സൂര്യൻ്റെ പര്യായം. അഗ്നിർ ഗർഭോ അതിഥേ പുത്ര ശംഖ ശിശിരനാശന. നേരത്തെ ശിശിരൻ എന്ന് പറഞ്ഞു, ഇവിടെ ശിശിരം ഇല്ലാണ്ടാക്കാന്നാണ് പറഞ്ഞത്. വിപരീതമുണ്ട്. ഇതാർത്ഥം മഴക്കാലം കഴിഞ്ഞാൽ ശിശിരായി. ശിശിരം കുറേ കഴിഞ്ഞാൽ കഴിയില്ലേ? 2 മാസം കഴിഞ്ഞാൽ അപ്പുറത്തേക്ക് പോവും ഇല്ലേ? അതുകൊണ്ടാണ് ശിശിരം ഉണ്ടാക്കണമെന്നുമാണ്, ശിശിരം ഇല്ലാണ്ടാക്കണമെന്നുമാണ്. ശിശിരനാശന പറഞ്ഞതിൽ അത്ഭുതമില്ല. 2 മാസത്തിന് മുമ്പേ ഉണ്ടാക്കുന്നവനാണ്. 2 മാസം കഴിഞ്ഞാൽ സൂര്യൻ തന്നെയാണല്ലോ ഋതുവിനെ മാറ്റണത്. ശിശിരനാശന. അഗ്നിർ ഗർഭോ അതിഥേ പുത്ര എന്ന് പറഞ്ഞാലോ, അഗ്നിർ ഗർഭ, പകലിൽ അഗ്നിയെ കൈക്കൊണ്ടിരിക്കുന്നവനും. അഗ്നി കൊണ്ടാണ് ചൂടുണ്ടാവുന്നത്. ഏത് തരം ചൂടായാലും അത് അഗ്നിയാണെന്നാണ്. അപ്പോൾ സൂര്യനിലും ഒരു തരം അഗ്നി ഉണ്ട്. അതിഥിയുടെ പുത്രൻ, ദേവനാണ് സൂര്യൻ. ദേവന്മാരൊക്കെ അതിഥിയുടെ പുത്രനാണ്. പിന്നെയോ പരമാനന്ദത്തോടെ ആകാശത്തിൽ സഞ്ചരിക്കുന്നവൻ, യാതൊരു അല്ലലുമില്ല. അതാണ് പരമാനന്ദം. വ്യോമനാഥൻ, ആകാശത്തിൻ്റെ നാഥനാണ്. അവിടെ ആരാ കേമൻ്റെ വെച്ച? സൂര്യൻ തന്നെയാണ്. ഒരു നക്ഷത്രത്തിനോ ചന്ദ്രനോ സൂര്യൻ വന്നാൽ ശോഭയില്ല. വ്യോമനാഥ. തമോഭേദി, തമസ് ഇരുട്ടിനെ ഇല്ലാണ്ടാക്കുന്നവൻ. ഋഗ്ഗജുസാമ പാരക, എല്ലാ വേദത്തിൻ്റെയും പൊരുള്. ഈശ്വരൻ അങ്ങനെയുണ്ടോ? ഈശ്വരനാണ് സൂര്യൻ എന്ന് കണ്ടാൽ പിന്നെ വേദപ്പൊരുളാണെന്ന് ഒരിക്കലും അത്ഭുതമില്ല. ഖനവൃഷ്ടിരപാം മിത്രോ, മഴ ഉണ്ടാക്കുന്നവൻ. നേരത്തെ പറഞ്ഞതിനെ വേറെ വാക്കുകളിൽ ആവർത്തിച്ചു, വാക്ക് മാറ്റി അർത്ഥം മാറിയിട്ടില്ല. ഖനവൃഷ്ടി, നല്ലോണം ചൂടുള്ള കൊല്ലാത്രേ മഴ അധികം ഉണ്ടാവുക. ഒക്കെ എക്സ്ട്രീമായോ ഒക്കെ എക്സ്ട്രീമാവുന്നതാണ്. ചൂട് കൂടിയാൽ മഴ കൂടും, ചൂട് കുറഞ്ഞാൽ മഴ കുറയും. അപ്പം ഖനവൃഷ്ടി ഉണ്ടാക്കുന്നവൻ. അപാം മിത്രോ, വെള്ളത്തിൻ്റെ നാഥൻ. മഴയുണ്ടായതുകൊണ്ടാണല്ലോ വെള്ളം ഉണ്ടാവണം. അപ്പം വെള്ളത്തിൻ്റെ മിത്രവുമാണ്. വിന്ധ്യവീതി പ്ലവംഗമ, ദക്ഷിണായന കാലത്ത് വിന്ധ്യവീതിയിൽ കൂടെ സഞ്ചരിക്കുന്നവൻ. വിന്ധ്യവീതിയിൽ കൂടിയിട്ടാണ് ഇപ്പോൾ സൂര്യൻ സഞ്ചരിക്കുന്നത്.
പക്ഷേ ഉത്തരായണമായ അങ്ങനെ ആവില്ല. വിന്ധ്യവീതിന്ന് ദക്ഷിണായന സൂര്യന് കൊടുക്കുന്ന പേരാണ് വിന്ധ്യവീതി. ആതപി മണ്ഡലി മൃത്യു പിങ്കള സർവതാപന കവിർ വിശ്വോ മഹാതേജ രക്ത സർവഭവ. ആതപി ചൂട് നൽകുന്നവൻ, നേരത്തെ പറഞ്ഞല്ലോ ചൂടിൻ്റെ പ്രാധാന്യം. മണ്ഡലി ഗോളാകൃതിയിൽ ഉള്ളവൻ. മൃത്യുവിനെ ഉണ്ടാക്കുന്നവൻ. പിങ്കള സർവതാപന, പൃഥ്വിനെ ഉണ്ടാക്കുന്ന ഈശ്വരൻ എന്നർത്ഥമേ. പിങ്കളോ സർവതാപന, മഞ്ഞ നിറം. മഞ്ഞ ചുവപ്പ് ഒക്കെ ആവാം, ചില സമയത്ത് മഞ്ഞയും ചുവപ്പൊക്കെ ആവുമല്ലോ സൂര്യൻ. അപ്പം പിങ്കള സർവതാപന, എല്ലാവർക്കും ചൂട് കൊടുക്കുന്നവൻ. കവിർ വിശ്വോ മഹാതേജ. കവി സംസ്കൃതത്തിലെ അർത്ഥം പണ്ഡിതൻ എന്നാണ്, കവിത എഴുതുന്നവൻ എന്നല്ല. പണ്ഡിതന് കവിത എഴുതാം എന്ന് മാത്രം. വാക്കിൻ്റെ അർത്ഥം വേദം പഠിച്ചിട്ടുള്ള ഒരാളെ പണ്ഡിതനെ നമുക്ക് സംസ്കൃതത്തിൽ കവി എന്ന് പറയാം. കവിത എഴുതി കോളണം എന്നില്ല. കവീനാം ഉപമഷ്ടമഷ്ടമം. കവി എന്ന് പറഞ്ഞാൽ പണ്ഡിതൻ എന്നർത്ഥമാണ്. നമ്മൾ മഹാകവി എന്ന് പറയുന്ന അർത്ഥമല്ല. അത് ആണ് മഹാതേജസ്സോടു കൂടിയവനും. രക്ത എന്ന് പറഞ്ഞാൽ ചുവപ്പ് നിറമുള്ളവനും. സർവഭവോദ്ഭവ, ഉണ്ടായതിനൊക്കെ കാരണക്കാരൻ. ഉണ്ടായതാണ് ഈ പ്രപഞ്ചത്തിൽ. ഈശ്വരനല്ലാത്തൊക്കെ ഭഗവാനിൽ നിന്നാണ്, സൂര്യനിൽ നിന്നാണ് ഉണ്ടായത്. ഈശ്വരനിൽ നിന്നാണല്ലോ സർവ്വം ഉണ്ടാവുന്നത്. അപ്പോൾ സൂര്യനെ ഈശ്വരനായിട്ട് കാണുമ്പോൾ എല്ലാറ്റിൻ്റെയും കാരണം. നക്ഷത്രഗ്രഹതാരാണാം മതിപോ വിശ്വഭാവന തേജസാമപി തേജസ്വി ദാദശാത്മൻ നമോസ്തുതേ. നക്ഷത്രം, ഗ്രഹം, താരങ്ങൾ. നക്ഷത്രവും താരവും തമ്മിലുള്ള വ്യത്യാസം എന്താ? ഗ്രഹം എന്ന് പറയുന്നത് നമുക്കറിയാം, ഉപഗ്രഹം നമുക്കറിയാം. നക്ഷത്രം എന്ന് പറയുന്നത് അറിയാം. താരം എന്ന് പറഞ്ഞാൽ ചെറിയ ചില നക്ഷത്രങ്ങളുണ്ട് അത്രേ. താരകം എന്നും പറയൂ അതിനെ. ചെറിയ പാർട്ടിക്കിൾസ് പോലെയുള്ള വസ്തുക്കളെയാണ് നമ്മൾ താരം എന്ന് പറയുക. ശരി, പര്യായമായിട്ട് പറയും താരകം, എന്നാലും വ്യത്യാസമുണ്ട്. അവിടെ നക്ഷത്രഗ്രഹ താരാണാം അധിപോ. എല്ലാ നക്ഷത്രത്തിൻ്റെയും അധിപനാണ് സൂര്യൻ. ജ്യോത്സ്യം വയ്ക്കുമ്പോൾ ഗണപതിയെ ഉണ്ടാവും, അതിൻ്റെ ഇടയിൽ ഒരു സൂര്യന് പ്രത്യേക സ്ഥാനം ഉണ്ടാവും. വിശ്വഭാവന, ലോകനാഥൻ. തേജസാമപി തേജസ്വി ദ്വാദശാത്മൻ നമോസ്തുതേ. 12 ആദിത്യന്മാരുണ്ട്. ഭാഗവതത്തിൽ അത് പറയുന്നുണ്ട്. 12 ആദിത്യന്മാർ 11-ാമത്തെ അധ്യായത്തിൽ, 12-ാം സ്കന്ധത്തിൽ. അതാത് രാശിയിൽ അതാത് സൂര്യൻ്റെ പേര് പറഞ്ഞാൽ ഭജിച്ചാൽ നമുക്ക് ഗ്രഹദോഷങ്ങൾ ഉണ്ടാവില്ല എന്നാണ്. അതുകൊണ്ട് ദ്വാദശാത്മൻ നമോസ്തുതേ. 12 പേരുണ്ട്. നമ പൂർവായ ഗിരയെ പശ്ചിമായ അദ്രേ നമ. പൂർവം എന്ന് പറഞ്ഞാൽ കിഴക്ക്, പശ്ചിമം എന്ന് പറഞ്ഞാൽ പടിഞ്ഞാറ്. രണ്ടിൻ്റെയും നാഥനാണ് സൂര്യൻ. ഉദിക്കുമ്പോൾ എവിടുത്തെ നാഥനാന്ന് വെച്ചാൽ കിഴക്കിൻ്റെ നാഥനാണ്. അസ്തമിക്കുമ്പോൾ എവിടുത്തെ നാഥനാന്ന് വെച്ചാൽ പടിഞ്ഞാറിൻ്റെ നാഥനൻ. അപ്പം പടിഞ്ഞാറിൻ്റെയും കിഴക്കിൻ്റെയും നാഥന് നമസ്കാരം. ജ്യോതിർഗണാനാംപതയെ. ജ്യോതിർഗോളങ്ങളുടെ പതിക്കും. ദിനാധിപതയെ നമ. പകലിൻ്റെ അധിപന് നമസ്കാരം. ജയായ ജയഭദ്രായ ഹര്യശ്വായ നമോ നമ. നമോ നമ സഹസ്രാംശോ ആദിത്യായ നമോ നമ. പര്യായം തന്നെ ഉള്ളൂ അതിലൊക്കെ. ജയം കൊടുക്കുന്നവൻ, മംഗളം കൊടുക്കുന്നവൻ, പച്ചക്കുതിരയെ പൂട്ടിയ തേരിൽ സഞ്ചരിക്കുന്നവൻ, അങ്ങനത്തെ ആൾക്ക് നമസ്കാരം. സഹസ്രാംശോ 1000 കിരണങ്ങളുള്ളവന് നമസ്കാരം. ആദിത്യായ നമോ നമ. അതിഥിയുടെ പുത്രന് നമസ്കാരം. നമ ഉഗ്രായ വീര്യായ സാരംഗായ നമോ നമ. നമ പത്മപ്രബോധായ മാർത്തണ്ഡായ നമോ നമ. സാരംഗൻ എന്ന് പറഞ്ഞാൽ ഒരു സംഗീതോപകരണത്തിൻ്റെ പേരായിട്ട് നമ്മൾ പറയല്ലേ. സാരംഗം എന്ന് പറഞ്ഞാൽ ഒരു പക്ഷി ഉണ്ടത്രേ സാഹിത്യപരമായിട്ട്. സ്വർണ്ണ നിറാണെന്നാണ്. സ്വർണ്ണപ്പക്ഷി, സ്വർണ്ണച്ചിറകുള്ള പക്ഷി എന്നൊക്കെ നമ്മൾ സാഹിത്യത്തിൽ കേൾക്കാം. സ്വർണ്ണച്ചിറകുള്ള ആ പക്ഷിക്ക് സാരംഗം എന്ന് പറയും. സ്വർണ്ണ നിറമുള്ളതിനെ ഉപമിക്കാനും ഈ സാരംഗവാക്ക് ഉപയോഗിക്കാം. അതുകൊണ്ട് സ്വർണ്ണ നിറത്തിലുള്ള സൂര്യന് നമസ്കാരം എന്ന് എടുത്താൽ മതി. പിന്നെ പഞ്ചഭൂതനാഥന് നമസ്കാരം. സൂര്യൻ, അഗ്നി, വെള്ളം, വായു, ഭൂമി ഇതിൻ്റെയൊക്കെ നാഥനാണ് സൂര്യൻ. നമ പത്മപ്രബോധായ. താമരയെ വിരിക്കുന്നവൻ. സൂര്യൻ വെച്ചാൽ താമര വിരിയും. ചന്ദ്രൻ വെച്ചാൽ ആമ്പൽ വിരിയും എന്നാണ്. രാത്രിയാണ് ആമ്പൽ വിരിയുക. ഇപ്പം പത്മപ്രബോധായ. പത്മം ഒരു വിശിഷ്ട പുഷ്പമാണ്, അതിനെ വിരിയിക്കുന്നവൻ. മാർത്താണ്ഡായ. ഉറങ്ങിക്കിടക്കുന്ന അണ്ടങ്ങളിൽ നിന്ന് ജനിച്ചവനാണ് മാർത്താണ്ഡൻ. അങ്ങനെയുള്ള മാർത്താണ്ഡന് നമസ്കാരം. പര്യായമാണ് മാർത്താണ്ഡൻ.
ബ്രഹ്മേശാനച്യുതേശായ സൂര്യായ ആദിത്യവർച്ചസേ വാസുദേ സർവഭക്ഷായ രൗദ്രായ വപുഷേ നമ. ബ്രഹ്മേശായ, ബ്രഹ്മാവ്, ശിവൻ, വിഷ്ണു, ഇവർക്ക് ഈശ്വരനും അവരും കൂടി ഉപാസിക്കണു എന്നാണ് പറയുന്നത്. സൂര്യനെ നമസ്കരിച്ചുകൊണ്ടും വന്ദിച്ചുകൊണ്ടും സന്ധ്യാവന്ദനത്തോടു കൂടിയിട്ടാണ് ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാരടക്കം അവരുടെ ദിവസം തുടങ്ങണത്. അതുകൊണ്ടാണ് ഈ വീടിൻ്റെ കിഴക്കോട്ടുള്ള മുഖം ഉള്ള വീടിന് വളരെ നന്മയുണ്ടാവും എന്ന് പറയുന്നത്. അല്ലാത്തതൊക്കെ തെറ്റ് എന്നല്ല, എല്ലാം ഏത് ദിക്കിലേക്കും വീട് വയ്ക്കാം. പക്ഷേ കിഴക്കോട്ട് വീട് വെച്ചാൽ അത് കുറേ ഐശ്വര്യം അധികം ഉണ്ട്, പറയാതെ വയ്യ. എന്താ കാരണം എന്ന് വെച്ചാൽ സൂര്യൻ ഉദിച്ചു വരണ സൂര്യന് അഭിമുഖം കിഴക്കോട്ട് ഒരൊറ്റ ദിശയ്ക്കേ ഉള്ളൂ, വേറൊരു ദിശയ്ക്കും അതില്ല. പടിഞ്ഞാറ് അസ്തമയ സൂര്യനെയാണ് നമ്മൾ കാണുന്നത്. കുഴപ്പമില്ല, സൂര്യനാണ്, പക്ഷേ എങ്കിലും ആ ഉദിച്ചു വരുന്ന സൂര്യൻ്റെ സുഖം കിട്ടില്ല എന്നാണ്. അപ്പോൾ കിഴക്കോട്ട് മുഖമുള്ള വീട് എല്ലാ ഉത്തമത്തിലും വെച്ചിട്ട് ഉത്തമമാണെന്ന് പറയണു. അതുകൊണ്ടാണ് ഇവിടെ അവരെല്ലാം സൂര്യനെ ഭജിച്ചിട്ടാണ്, സൂര്യനെ കിഴക്കോട്ട് തിരിഞ്ഞ് വന്ദിച്ചിട്ടാണ് ഒരു ദിവസം തുടങ്ങേണ്ടത്. അതുകൊണ്ടാണ് പറയണത് നമ്മൾ രാവിലെ എണീറ്റാൽ ആദ്യം തുറക്കേണ്ട വാതിൽ കിഴക്കുപുറത്തെ വാതിലാണ്. ഉമ്മർത്ത വാതിലെന്ന് കണക്കില്ല, അതല്ല. എവിടേക്കെന്നുള്ളത് വീടിൻ്റെ മുഖം നോക്കിയിട്ടല്ല എന്നാണ്, ദിശ നോക്കുക. കിഴക്കോട്ട വാതിൽ തുറന്ന് സൂര്യനെ നമ്മൾ അഭിമുഖീകരിക്കണു, സ്വാഗതം ചെയ്യണു. അപ്പോൾ കുളിച്ചിട്ടാണ് വാതിൽ തുറക്കാവൂ. നേരത്തെ കുളിക്കണമെന്ന് വന്നു, ഉദിക്കുമ്പോൾ കുളിക്കണ്ടേ? കുളിക്കാതെ സൂര്യൻ നമ്മളെയോ നമ്മൾ സൂര്യനെയോ കാണരുത്. ഒക്കെ നിയമമുണ്ട് പണ്ട്. കിഴക്ക് പുറത്തെ വാതിൽ ആദ്യം തുറക്കുക, എന്നിട്ടേ ബാക്കി ഏതും തുറക്കാവൂ. മഹാലക്ഷ്മിയെ വീട്ടിലേക്ക് വരുത്തലാണത്രേ. വാസുദേ സർവഭക്ഷായ രൗദ്രായ വപുഷേ നമ. രൗദ്രസ്വരൂപത്തോടു കൂടിയിരിക്കുന്നവൻ, ചൂട് താങ്ങാൻ വയ്യെങ്കിൽ പലർക്കും അത് മരണകാരണം വരെ ആവാറുണ്ട്. അപ്പോൾ രൗദ്രരൂപമുണ്ട് സൂര്യന്. തമോഘ്നായ ഹിമഗ്നായ ശത്രുഘ്നായ അമിതാത്മനെ കൃതഘ്നഗ്നായ ദേവായ ജ്യോതിഷാംബതേ. ചുരുക്കത്തിൽ ഈശ്വരൻ തന്നെ എന്നാണ് ഇവിടെ എടുക്കേണ്ടത്. തമോഘ്നായ, തമസ് ഇരുട്ട്, ഇരുട്ടിനെ ഇല്ലാണ്ടാക്കണ എന്നുള്ള വാക്ക് ഇല്ലാണ്ടാക്കുന്നവൻ എന്നാണ്. ഹിമഘ്നായ, മഞ്ഞിനെ ഇല്ലാണ്ടാക്കും അല്ലേ? നല്ല സൂര്യൻ ഉദിച്ചാൽ മഞ്ഞാണ്ട് പോവും, സൂര്യൻ ഉദിച്ചിട്ടില്ല വെച്ചാൽ മഞ്ഞുണ്ടാവും. കുറേ മഞ്ഞ് കഴിഞ്ഞിട്ടാണ് 10 മണിയും 10:30 11 മണിയൊക്കെ മഞ്ഞുകാലത്ത് സൂര്യനെ കാണും. ചിലപ്പോൾ അങ്ങനെ കാണാം. ഹിമഘ്നായ, ഹിമത്തിൻ്റെ ശത്രു, ഉരുക്കും. ശത്രുഘ്നായ, ശത്രുവിനെ ഇല്ലായ്മ ചെയ്യുന്നവൻ. ഏറ്റവും ആവേണ്ടത് അതിനാണെന്നാണ്. ശത്രു നമുക്ക് ഇല്ലാതാവാൻ കേട്ടോ, അല്ലാണ്ട് ശത്രുവിനെ ഉപദ്രവിക്കാനുള്ള അർത്ഥമല്ല, ശത്രു ഇല്ലാതാവാൻ. പിന്നെ കൃതഘ്നഘ്നായ, അവിടെ 2 ഘ്ന ഉണ്ട്. കൃതഘ്നൻ എന്ന് പറഞ്ഞാൽ ആരാ? നന്ദിയില്ലാത്തവൻ, നമുക്ക് ചെയ്ത നന്മയ്ക്ക് നന്ദിയില്ലാത്തവനെയാണ് സംസ്കൃതത്തിൽ കൃതഘ്നൻ. കൃതഘ്നത പാടില്ല എന്ന് പറയും. അപ്പം അങ്ങനെ കൃതഘ്നന്മാരെ ഇല്ലാണ്ടാക്കുന്ന കൃതഘ്നഘ്നൻ, കൃതഘ്നനെ ഇല്ലാണ്ടാക്കുന്നവനും ജ്യോതിർഗോളങ്ങളുടെ പതിയുമായ സൂര്യന് നമസ്കാരം. തപ്തചാമീകരാഭായ, ചാമീകരം സ്വർണം, സ്വർണത്തിൻ്റെ നിറമുള്ളവനും വന്യേ വിശ്വകർമ്മണേ നമസ്തേ തമോഭിനിഗ്നായ രുചയേ ലോകസാക്ഷിണേ. അഗ്നിക്ക് നമസ്കാരം, വിശ്വകർമാവിന് നമസ്കാരം. സൃഷ്ടാവ്, വിശ്വകർമാവ് സൃഷ്ടാവ്, ലോകത്തെ സൃഷ്ടിക്കുന്നതടക്കം സൂര്യനാണത്രേ. തമോഭിനിഗ്നായ, തമസ്സിനെ ഇല്ലാണ്ടാക്കുന്നവൻ. രുചയെ, എല്ലാവർക്കും ആനന്ദം കൊടുക്കുന്നവൻ. ലോകസാക്ഷിണേ, എല്ലാ കർമ്മങ്ങൾക്കും സാക്ഷിയാണ് സൂര്യൻ. നമ്മളൊരാളെ മറച്ചു, കള്ളത്തരം ചെയ്തു, ആളുകൾ കാണുന്നുണ്ടാവില്ല, പക്ഷെ ഇതെല്ലാം സൂര്യൻ കാണുന്നതാണ്. കാരണം യമലോകത്ത് പോയാൽ ഒരു തെറ്റ് ചെയ്തിട്ട് നമ്മൾ ചെയ്തില്ല എന്ന് പറഞ്ഞാൽ യമൻ സാക്ഷിയെ വിളിക്കുക. ആരെയും വിളിക്കുക അറിയാം? സൂര്യനെ വിളിക്കുക. സൂര്യൻ, നക്ഷത്രം, ദിക്കുകൾ, ചന്ദ്രൻ വരെയുണ്ട് വിളിക്കും. ഇനി നിനക്ക് പറയാൻ പറ്റുമോ ചെയ്ത കാര്യം ചെയ്തില്ല എന്ന്? ധൈര്യം ഉണ്ടെങ്കിൽ പറയാൻ പറയും. കാരണം പറയാൻ പറ്റില്ല, ഇവർ കണ്ടിട്ടുണ്ട്. ഏതൊരാളെ ഒളിച്ചാലും സൂര്യനെയും ജ്യോതിർഗോളങ്ങളെയും ഒളിക്കാൻ പറ്റും. അതാണ് ലോകസാക്ഷിണേ, സർവജ്ഞനും സാക്ഷിയായോ. ഇത് തെറ്റ് ചെയ്യുമ്പോഴും സൂര്യൻ കണ്ടോളും, കാണുന്നുണ്ട് എന്ന് ഓർക്കുക. ചുരുക്കം തെറ്റ് ചെയ്യാൻ നമുക്ക് പറ്റില്ല എന്നർത്ഥം. നാശയത്തേഷവൈ ഭൂതം തദേവസജതി പ്രഭു പ്രായത്യേഷ തപത്യേഷ വർഷത്തേഷ ഗഭസ്തിഭി. എല്ലാ ജീവജാലങ്ങളുടെയും അന്തകനായിട്ട് തീരുന്നതും സൃഷ്ടിക്കുന്നതായിട്ടും പാലിക്കുന്നതും ഇട്ടിത്തിരി സംഹാരം ചെയ്യുന്നത് സൂര്യനാണ്.
പാത്യതയെ പാലിക്കുക, സൃജതി സൃഷ്ടിക്കുക, നാശ്യതയെ നശിപ്പിക്കുക ഒക്കെ ചെയ്യുന്നു. തപത്തി ചൂട് നൽകുന്നു, മഴ പെയ്യിക്കുന്നു തൻ്റെ ഗഭസ്തിഭി രശ്മികളെ കൊണ്ട് എന്ന് പറയുകയാണ്. വേദാശ്ച കൃതവശ്ചൈവ ക്രതൂനാം ബലമേവച യാനി കൃത്യാനി ലോകേഷു സർവയേഷ രവിപ്രഭു. വേദങ്ങൾ, യാഗങ്ങൾ, മറ്റ് സൽക്കർമ്മങ്ങൾ എല്ലാം അതിൻ്റെ ഫലമായിട്ട് നിൽക്കുന്നതെല്ലാം ഈ ആദിത്യൻ തന്നെ. പിന്നെ അടുത്ത ശ്ലോകത്തിൽ പറഞ്ഞു, കഷ്ടങ്ങൾ വരുമ്പോൾ, കാട്ടിൽ വിഷമിക്കുമ്പോൾ, ഭയം ഉണ്ടാകുമ്പോൾ ഈ സൂര്യനെ വിളിക്കാം. ഏനമാവസ്തു കൃച്ഛേഷു കാന്താരേഷു ഭയേഷുജ കീർത്തയൻ പുരുഷ കച്ചിൻ നാവസീതതി രാഘവ. രാമ അഗസ്ത്യൻ പറഞ്ഞു കൊടുക്കുകയാണ്. വിഷമം വരുമ്പോഴും ശത്രു ഭയം ഉണ്ടാകുമ്പോഴൊക്കെ ഈ സൂര്യനെ വിചാരിച്ചാൽ അവൻ അതിനെയെല്ലാം തരണം ചെയ്യുന്നു. അതുകൊണ്ട് നീ ഇതിനെ പൂജിക്കൂ. പൂജയസേനം ഏകാഗ്രോ ദേവദേവോ ജഗത്പതി മേത ത്രിഗുണിതം ജപ്ത യുദ്ധേഷു വിജയിഷ്യതി. ഇത് 3 പ്രാവശ്യത്തോട് കൂടിയിട്ട് കഴിഞ്ഞു ആദിത്യ ഹൃദയം. ഇപ്പം ഈ പറഞ്ഞ കവചം 3 പ്രാവശ്യം, കവചമല്ല ആദിത്യ ഹൃദയം 3 പ്രാവശ്യം ജപിച്ചാൽ ത്രിഗുണിതം ജപ്ത്വ രാവണനെ നിനക്ക് ജയിക്കാൻ കഴിയും. ഏത ത്രിഗുണിതം ജപ്ത്വ. പിന്നെ അതിൻ്റെ കുറച്ച് ഫലശ്രുതിയൊക്കെയാണ് പറയണത്. രാവണം പ്രേക്ഷ്യ കൃഷ്ടാത്മാ യുദ്ധായ. പിന്നെ ഫലശ്രുതിയാണ്. ഇതാണ്ട് ജപിച്ചതോട് കൂടിയിട്ടോ രാവണനെ കണ്ടപ്പോൾ രാമന് ആവേശം വന്നു. ഇപ്പം ശരിയാക്കി തരാം എന്ന് പറഞ്ഞിട്ടുള്ള ആ ശക്തിയാണ് ഉണ്ടായി. സൂര്യൻ പ്രത്യക്ഷപ്പെട്ടു എന്ന് പറഞ്ഞത്. സൂര്യൻ പ്രത്യക്ഷപ്പെട്ടിട്ടോ രാവണനെ വേഗം വധിച്ചോളൂ രാമ, ഞാൻ കൂടെ ഉണ്ട് എന്ന് അനുഗ്രഹിച്ചു എന്ന് പറയണം. ദിശചരപതി സംക്ഷയം വിദിത്താസുരഗണമധ്യഗതോ വചത്വരേതി അഥ രവി അവതൻ നിരീക്ഷ്യ രാമം. രാമനെ രവി കണ്ടിട്ട് മുദിതമന സ്തുതി കേട്ട് സന്തോഷിച്ച് അനുഗ്രഹിച്ചു. എന്നിട്ടാണ് രാവണനെ വധിക്കാൻ സാധിച്ചത്. ഇതൊക്കെ ഫലശ്രുതി ചേർത്തിട്ട് ചെല്ലാം. ഫലശ്രുതി വരെ ചൊല്ലിയിട്ട് നിർത്തുകയും ആവാം. ആദിത്യ ഹൃദയം ഇത്രയേ ഉള്ളൂ. പിന്നെ നമ്മൾ ദിവസവും ചെല്ലുന്നത് വളരെ ശ്രേയസ്കരമാണെന്നും വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതി ആയതുകൊണ്ടാണ് അതിനൊരു ഭാഗം നമ്മൾ നീക്കി വെച്ചത്. അതൊരു കഷ്ണം പിന്നേക്ക് വെക്കേണ്ടതുകൊണ്ട് കുറച്ച് നീണ്ടുപോയി. പൂർവന്റാമതപോവനാധിഗമനം മത്വാ മൃഗം കാഞ്ചനം വൈദേഹീകരണം ജടായുമരണം സുഗ്രീവ സംഭാഷണം ബാലീ നിഗ്രഹണന്തമുദ്ധരണം ലങ്കാപുരീദാഹനം പശ്ചാത് രാവണ കുംഭകർണനിധനം മേധസ്ഥ രാമായണം. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാൽ പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.